എല്ലാവർക്കും സുഹൃത്തുക്കളായിട്ടുള്ള സജ്ജനങ്ങളായിട്ടുള്ള ഭഗവാന്റെ പുണ്യകഥകൾ കേൾക്കാനായിട്ട് ഇവിടെ എന്നോടൊപ്പം വന്നിരിക്കുന്ന എല്ലാ ഭഗവാന്റെ ഭക്തരെയും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും നമസ്കരിക്കുന്നു. ഈ യജ്ഞം പൂർത്തിയാക്കാനായിട്ട് നിങ്ങളുടെയും പ്രാർത്ഥന വേണം, ഭഗവാന്റെ അനുഗ്രഹം വേണം, സരസ്വതി ദേവിയുടെ കടാക്ഷം വേണം. എന്നാലേ നമ്മുടെ യജ്ഞം പൂർത്തിയാകത്തുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ യജ്ഞത്തിലേക്ക് കിടക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും അവരവരുടെ ചെറിയ രീതിയിലുള്ള ഒരു പ്രാർത്ഥന, നമുക്ക് ക്ലാസ്സിന് ഒരുപാട് സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് നേരെ കടക്കാം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് നാരായണീയം എഴുതിയതെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. ഭട്ടതിരിപ്പാട് വ്യാസഭഗവാന്റെ അവതാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് പാണിനിയുടെ വ്യാകരണവും അതേപോലെ തന്നെ ശങ്കരാചാര്യരുടെ മന്ത്രശാസ്ത്രങ്ങളും കാളിദാസന്റെ കാവ്യ മനോഹാരിതയും കാവ്യരചനയ്ക്കുള്ള കാളിദാസന്റെ കഴിവും ഇതെല്ലാം ഒത്തുചേർന്ന് നമ്മുടെ കേരളത്തിൽ വന്ന് വ്യാസഭഗവാൻ അവതാരമെടുത്തതാണ് എന്ന് ഒരൈതിഹ്യമുണ്ട്. ഇതുവരെയും നമ്മൾ നാരായണീയം പഠിച്ചപ്പോഴൊന്നും അങ്ങനെ ഒരു കഥ കേട്ടിട്ടില്ല. കാരണം ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാൻ അവിടെ ഭാഗവതത്തിലുണ്ട്. ആ ഭാഗവതം തന്നെയാണ് നാരായണീയം. അപ്പോൾ ആ ഭാഗവതത്തിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ഭഗവാനെപ്പറ്റി, ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ വിഭുവായ ഈ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന, ലോകം നിറഞ്ഞിരിക്കുന്ന ലോകനാഥനായ, ലോകത്തിൻ്റെ പിതാവായ, സൃഷ്ടാവായ, സംരക്ഷകനായ, സംഹാരരൂപനായ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളും ഭാഗവതത്തിലൂടെ വ്യാസഭഗവാൻ പിന്നെ പുരാണങ്ങളിലൂടെയും എല്ലാം വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. ആ വ്യാസഭഗവാന്റെ അവതാരം തന്നെയാണ് ഭട്ടതിരിപ്പാടെന്നാണ് പറയുന്നത്. കാരണം ഭാഗവത കഥകൾ അത്രയ്ക്കും ലളിതമായിട്ടും എളുപ്പത്തിലും സ്വായത്തമാക്കാൻ വേണ്ടി, അതുപോലെ ഭക്തിയോഗത്തിൽ നമ്മളെ എത്തിക്കുന്നതിന് വേണ്ടി ഭഗവാൻ വ്യാസൻ തന്നെ അവതരിച്ചതാണ് ഭട്ടതിരിപ്പാടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗുരുവായൂരമ്പലത്തിൻ്റെ മണ്ഡപത്തിലിരുന്ന് ഭഗവാനെ നോക്കിക്കൊണ്ട് നാരായണ ഭട്ടതിരിപ്പാട് നാരായണനോടുമായിട്ട് സംവദിച്ച് എഴുതിയ ഈ മഹാകാവ്യം സംസ്കൃതത്തിൽ എഴുതപ്പെട്ടതാണ്, എല്ലാവർക്കും അറിയാം. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വാതരോഗം മാറാൻ വേണ്ടി എഴുതി എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു ചെറിയ കാര്യം. അത് വളരെ ചെറിയ അർത്ഥത്തിലേ ഉള്ളൂ. വളരെ വ്യാപകമായ അർത്ഥത്തിൽ, വിശാലമായ അർത്ഥത്തിൽ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെ പറ്റിയും നമ്മളോട് പറഞ്ഞു തന്ന് ഭക്തിമാർഗത്തിൽ നമ്മളെ സഞ്ചരിപ്പിച്ച് വാതരോഗം മാത്രമല്ല നമ്മുടെ എല്ലാവിധമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും എല്ലാം മാറ്റിത്തന്ന് മുക്തിയെ ലഭിക്കുന്നതിന് വേണ്ടി, പരബ്രഹ്മം എന്താണെന്നറിയുന്നതിന് വേണ്ടി, ഭക്തിമാർഗത്തിലൂടെ നമുക്ക് ആനന്ദാതിരേകം ലഭിക്കുന്നതിന് വേണ്ടി ഭട്ടതിരിപ്പാട് നമുക്ക് വേണ്ടി ഭഗവാനെ സമർപ്പിച്ച ഒരു മഹാകാവ്യമാണ് നാരായണീയം. അപ്പോൾ ആ നാരായണീയത്തിലൂടെയാണ് യഥാർത്ഥ ഭക്തി എനിക്കുണ്ടായതെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. അതുപോലെ അത് ഞാൻ എന്ന് കയ്യിലെടുത്തിട്ടുണ്ടോ അതിനുശേഷം എൻ്റെ ആത്മവിശ്വാസത്തിന് ഒരു കുറവ് വന്നിട്ടില്ല. എനിക്ക് യാതൊരു പ്രയാസവും, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അതിജീവിക്കാൻ ഈ നാരായണീയമാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. അപ്പം നാരായണീയത്തെപ്പറ്റി കൂടുതലൊന്നും പറയാതെ നാരായണീയത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പം മഹാവിഷ്ണുവിൻ്റെ 10 അവതാരമാണ്, 10 അവതാര കഥകളാണ് ഭാഗവതം. അത് തന്നെയാണ്. അതുപോലെ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ നിറഞ്ഞതാണ്. അതിൻ്റെ കാച്ചിക്കുറുക്കിയ, അതിൻ്റെ അന്തസത്തെ ഒട്ടും തന്നെ ചോരാതെ 1000-ലേറെ 1030, 36 എന്ന് പറയുന്നുണ്ട് ശ്ലോകങ്ങളിലൂടെ മനോഹരമായ ഒരു കാവ്യമായിട്ട് ഭക്തിരസം തുളുമ്പുന്ന, നമ്മളെ ഭക്തിമാർഗത്തിലൂടെ പോയിട്ട് ഭക്തിയാകുന്ന ആനന്ദത്തിൽ ആറാടിക്കുന്നതാണ് നാരായണീയം. നമുക്ക് ലഭിക്കുന്ന ആനന്ദം എന്ന് പറയുന്നത്, നമുക്ക് ഓരോരോ ആനന്ദങ്ങൾ നമ്മളെ ചെറുതിലെ തൊട്ട് ഈ പ്രായം വരെ എല്ലാവർക്കും, നമ്മൾക്ക് പരീക്ഷ പാസ്സാകുമ്പോൾ ആനന്ദമുണ്ട്, ഒരു പുതിയ ഉടുപ്പ് വാങ്ങിച്ചാൽ ആനന്ദമുണ്ട് ചെറുതിലെയാണെങ്കിൽ.
കളിപ്പാട്ടം കിട്ടിയാൽ ആനന്ദമുണ്ട് ചെറുകാലത്ത്. അത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു പാസ്സാകുമ്പോൾ നമുക്ക് ആനന്ദമുണ്ട്. അത് കഴിഞ്ഞ് വിവാഹം കഴിച്ചു, നല്ല ഭർത്താവിനെ കിട്ടുമ്പോൾ ആനന്ദമുണ്ട്, നല്ല വീട് വെക്കുമ്പോൾ ആനന്ദമുണ്ട്, മക്കളെ കിട്ടുമ്പോൾ ആനന്ദമുണ്ട്, കൊച്ചുമക്കളെ കിട്ടുമ്പോൾ ആനന്ദമുണ്ട്. എല്ലാ ആനന്ദവും നമുക്ക് ആ ആനന്ദങ്ങളെല്ലാം ഒരു നിമിഷത്തേക്കോ ഒരു ദിവസത്തേക്കോ കാണും. പിറ്റേ ദിവസം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളിൽ നമുക്ക് വിഷമം തുടങ്ങും. അപ്പം നമുക്ക് സ്ഥിരമായ ആനന്ദം എന്ന് പറയുന്നത് ഭക്തിയാണ്. ഭക്തിയിലൂടെ സ്ഥിരമായ ആനന്ദം ലഭിക്കത്തുള്ളൂ. ആ ആനന്ദം ലഭിക്കണമെങ്കിൽ നമ്മൾ ഭക്തിയോഗം നമുക്ക് ലഭിക്കണം. ആ ഭക്തിയോഗം ലഭിക്കണമെങ്കിൽ നമ്മൾ ഭഗവാനെ അറിയണം. ഭഗവാനെ അറിഞ്ഞ് നമ്മൾ ഈ നാരായണീയം പഠിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഭക്തിയോഗം സ്വായത്തമാകും. ചെറിയ രീതിയിൽ പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പറയാനൊക്കുള്ളൂ. നമ്മൾ അർത്ഥമറിയാതെ നമ്മളിത് ചൊല്ലുന്നുണ്ട്, നാടാകെ ചൊല്ലുന്നുണ്ട് അർത്ഥമറിയാതെ. അർത്ഥമറിഞ്ഞ് ചൊല്ലിയില്ലെങ്കിലും ഭഗവാൻ അത് കേൾക്കും, നമ്മൾക്ക് അനുഗ്രഹം തരും. പക്ഷേ അർത്ഥമറിഞ്ഞ് നമ്മൾ ചൊല്ലണം. അർത്ഥമറിഞ്ഞ് ചൊല്ലുമ്പോഴേ ഏതൊരു കാര്യം, ഒന്നാമത് ഇത് സംസ്കൃതത്തിലാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. ഈ പരമാനന്ദം തരുന്നത് അതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നേരെ നമുക്ക് നമ്മുടെ സാന്ദ്രാനന്ദത്തിലേക്ക് കടക്കാം. അതായത് നമുക്ക് ആചാര്യന്മാരൊക്കെ ഈ ബ്രഹ്മതത്വത്തെ പറ്റി പറയും. പരബ്രഹ്മം, പരമാത്മസ്വരൂപൻ, പരബ്രഹ്മത്തിന്റെ അംശങ്ങളാണ് നമ്മളൊക്കെ. പരമാത്മാവിന്റെ അംശങ്ങളാണ് നമ്മൾ. ജീവാത്മാവും ഭഗവാൻ പരമാത്മാവും അല്ലെ പരബ്രഹ്മം എന്ന് പറയും. എല്ലാവരും പരബ്രഹ്മം എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. നമ്മളിങ്ങനെ കേൾക്കുന്നു, അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്നൊന്നും മനസ്സിലാക്കാനും ഉള്ള സാഹചര്യം നമുക്കില്ല. അതായത് നമ്മൾ സംസ്കൃതമായ നമ്മുടെ ബുദ്ധി കൊണ്ട് നിഗമശതസഹസ്രങ്ങൾ പ്രകാശിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ, നിഗമശതസഹസ്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒന്നാമത്തെ ശ്ലോകത്തിലുണ്ട്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം എന്ന് പറയുന്നത്. നിഗമശതസഹസ്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും ഉപനിഷത്തുകളിലൂടെയും വേദങ്ങളിലൂടെയും ഒക്കെയാണ് ഈ പരബ്രഹ്മം എന്തുവാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാലും നമുക്കതൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെ സംസ്കൃതമായ നമ്മുടെ ബുദ്ധി കൊണ്ട് നിഗമശതസഹസ്രങ്ങളിൽ പ്രകാശിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. എന്താണ് ഈ പരബ്രഹ്മം ഒരു വകയും നമുക്ക് മനസ്സിലാകുകയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാകാതിരിക്കും. അസ്പഷ്ടം ദൃഷ്ടമാത്രേ. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അവിടെ പോയി നോക്കുന്ന ഉടനെ ഗുരുവായൂരപ്പനെ കാണുമ്പോഴും ദൃഷ്ടമാത്രേ അസ്പഷ്ടമാണ്. പരബ്രഹ്മം ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത, ആർക്കും നിർവചിക്കാനാവാത്ത, രൂപമില്ലാത്ത, ഭാവമില്ലാത്ത, നിറമില്ലാത്ത, ഗുണമില്ലാത്ത ഒന്നാണ് പരബ്രഹ്മം. ആ പരബ്രഹ്മം സാക്ഷാത്തായിട്ടിരിക്കുന്നതാണ് ഗുരുവായൂരിൽ നിന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അതാണ് പരബ്രഹ്മം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമല്ല, നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. ജ്ഞാനം, അതിന് നമുക്ക് അറിവ് പടിപടിയായിട്ട് ഭക്തിപരമായിട്ടുള്ള അറിവ് വർദ്ധിക്കണം. ഈ എന്താണ് പരബ്രഹ്മം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ പുരുഷാർത്ഥങ്ങൾ നമുക്ക് സ്വാധീനമാകും. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് വിഭജിക്കപ്പെട്ടിരിക്കുന്ന ആ 4 പുരുഷാർത്ഥങ്ങളും നമ്മളുടെ വശത്താകും പരബ്രഹ്മത്തെ നമ്മൾ അറിയുമ്പോൾ. അതറിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമേ അല്ല. അപ്പോൾ അങ്ങനെ ആ ശ്രേഷ്ഠമായ പുരുഷാർത്ഥം മോക്ഷമാണ്. അത് 4 ലഭിക്കുന്നത്. ആ ദൃഷ്ടമാത്രയിൽ അസ്പഷ്ടമായിരിക്കുന്ന പരബ്രഹ്മത്തെ സ്പഷ്ടമാക്കി തരുന്നതാണ് മോക്ഷം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പുരുഷാർത്ഥാത്മകമായ ബ്രഹ്മതത്വം ഇവിടെ സാക്ഷാത്തായി. എവിടെയാണ്? ഗുരുവായൂർ. എല്ലാവരും ഓട്ടമാണല്ലേ. ഒരു അര നിമിഷം പോലും കിട്ടിയാൽ ആരും എങ്ങനെയെങ്കിലും ഗുരുവായൂരെത്തണം. ഒരു സത്യമാണ്. അവിടെ പരബ്രഹ്മം സാക്ഷാത്തായിട്ട്
ആ ശ്രീകോവിലുണ്ട്. നമുക്കറിയാം, നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി അവിടുന്ന് പതുക്കെ അങ്ങോട്ട് നടന്ന് ആ മഞ്ജുളാലിൻ്റെ അടുത്ത് വരെ ചെല്ലുമ്പോഴേക്കും നമ്മൾ പിന്നെ വേറെ ഒരു ലോകത്താണ്. സാക്ഷാൽ വൈകുണ്ഠാധിപതിയായിട്ടുള്ള മഹാവിഷ്ണു പൂർണ്ണ പുണ്യാവതാരമായിട്ട് വസിക്കുന്ന ഗുരുവായൂരിൻ്റെ മണ്ണിൽ ചവിട്ടുമ്പോഴേ നമുക്ക് പ്രത്യേകമായ ഒരു അനുഭവമാണ്. ആ അനുഭവം ലഭിക്കാത്തവരാരും കാണത്തില്ല അവിടെ പോകുന്നവർ. അപ്പോൾ പരബ്രഹ്മം നമുക്ക് കാണത്തക്കവണ്ണം സാക്ഷാത്തായിട്ട് ഗുരുവായൂരിലുണ്ട്. അത് നമ്മുടെ മഹാഭാഗ്യമെന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പം നമുക്കിനി നേരെ ആ ഒരു ശ്ലോകം ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം. ഇനി പരബ്രഹ്മത്തെ പറ്റി കുറേശ്ശെ പറഞ്ഞു പോകുന്ന വഴി നമുക്ക് പറയാം. അതായത് ഒന്നാമത്തെ ശ്ലോകം, ദശകം എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 1. പുസ്തകം എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കുമല്ലോ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. അങ്ങനെ പരബ്രഹ്മം സാക്ഷാത്തായിട്ട് ഗുരുഭവനപുരിയിൽ ഇരിക്കുന്നത് നമ്മുടെ എല്ലാം ഭാഗ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്ലോകം അവസാനിപ്പിക്കുകയല്ല തുടങ്ങുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇനിയിപ്പം ഞാൻ മുമ്പേ പറഞ്ഞ സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം. നമുക്ക് ആനന്ദം എന്ന് പറയുന്നത് പലതരത്തിലുണ്ടെന്നും അത് സ്ഥിരമല്ലെന്നും ഇന്നൊരാനന്ദം അത് നാളെ കാണത്തില്ല, ലക്ഷ്മി അസ്ഥിരയാണെന്ന് പറഞ്ഞതുപോലെ. എന്നാൽ സാന്ദ്രമായിട്ടുള്ള ആനന്ദം അതൊരിക്കലും അതിൻ്റെ സാന്ദ്രത കുറയത്തില്ല, അത് ഇല്ലാതാകുന്നില്ല എന്നും സ്ഥിരമായിട്ടുള്ള. നമുക്ക് എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദമല്ല, ഭഗവാനോട് ചേരുമ്പോഴുണ്ടാകുന്ന ആനന്ദം. അതാണ് സാന്ദ്രാനന്ദാവബോധാത്മക. ഇനി സാന്ദ്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം കട്ടിയുള്ളത്, ഗഹനമായിട്ടുള്ളത്, ആഴത്തിലുള്ളത്, അവിഛിന്നമായിട്ടുള്ളത്, ഛിന്നമാകാത്തത്, അഭംഗമായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഭംഗമില്ല, അതിന് ഒരു ഭംഗവുമില്ല. അത് അത്രയ്ക്കും കാഠിന്യമുള്ളതാണ്, ഗഹനമുള്ളതാണ്, ആഴത്തിലുള്ളതാണ്, സൗന്ദര്യമുള്ളതാണ്. അതുപോലെ തന്നെ നല്ല എന്താണെന്ന് പറയാൻ പറ്റാത്ത ഒരു ആനന്ദമാണ്. അത് ഗുരുവായൂർ പോകുമ്പോൾ ഓരോരുത്തർക്കും ലഭിക്കുന്ന ആനന്ദമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആനന്ദവും അവബോധവും സാന്ദ്രാനന്ദാവബോധാത്മകം. സാന്ദ്രാനന്ദം അതിൻ്റെ അർത്ഥം എഴുതിക്കുകയോ എഴുതുന്ന ബുക്കുള്ളവര്. സാന്ദ്രം കട്ടിയുള്ളത്, അവബോധം അറിവ്, അതായത് ആനന്ദവും അറിവും രൂപമായത്, അനുപമിതം മറ്റൊന്നിനോടും ഉപമിക്കാനാകാത്തതും. പരബ്രഹ്മത്തെ വർണ്ണിക്കാനായിട്ട് ഭട്ടതിരിപ്പാട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്. ആനന്ദവും അവബോധവും രൂപമായത്, അനുപമിതം മറ്റൊന്നിനോടും ഉപമിക്കാനാകാത്തത്, കാലദേശാവധിഭ്യാം കാലം, ദേശം എന്നിവയുടെ പരിധിയിൽ നിന്ന് നിശേഷം മുക്തമായത്. അതായത് പരബ്രഹ്മത്തെ വ്യാഖ്യാനിക്കാൻ കാലമോ ദേശമോ, ഇന്ന കാലത്തെന്നോ ഇന്ന ദേശത്തെന്നോ നമുക്ക് പറയാനാവില്ല. കാലദേശാവധിഭ്യം, കാലത്തിനും ദേശത്തിനും അതീതമായത്,
നിർമുക്തം എല്ലാത്തിൽ നിന്നും മുക്തമായത്, എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമായത്, ഒന്നിനോടും ബന്ധമില്ലാത്തത്. എഴുതാൻ ബുക്കുള്ളവർ എഴുതുക, അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കുക. അടുത്ത പ്രാവശ്യം ബുക്ക് കൊണ്ടുവന്ന്. നമ്മുടെ ഗിരിജ ടീച്ചറുണ്ടോ? നമസ്തേ. നിത്യമുക്തം എന്നും മുക്തമായിട്ടുള്ളത്. നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അടുത്ത വാക്ക് നൂറായിരം നിഗമങ്ങളാൽ പ്രകാശിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ. അതായത് പരബ്രഹ്മത്തെയോ ഭഗവാനോ ദേവ ചൈതന്യത്തെയോ എന്താണെന്ന് ഒരു സാധാരണക്കാരനെ അത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, നമ്മളെങ്ങും പോയില്ല, പോയിട്ടാരും വന്നുമില്ല. അതുകൊണ്ട് നമുക്കെങ്ങനെ ഇതെല്ലാം അറിയാൻ പറ്റിയത്? ഭഗവാനെ പറ്റി, കൃഷ്ണനെ പറ്റി, മഹാവിഷ്ണുവിനെ പറ്റി, മഹാദേവനെ പറ്റി, ആരെപ്പറ്റിയും ദേവചൈതന്യങ്ങളെ പറ്റിയൊക്കെ നമുക്കറിയാൻ പറ്റിയത് നിഗമശതസഹസ്രങ്ങളിലൂടെ. നിഗമശതസഹസ്രങ്ങൾ എന്ന് പറഞ്ഞാൽ 100,000 നിഗമങ്ങൾ, അതായത് ഉപനിഷത്തുകള്, വേദങ്ങള്, സൂക്തങ്ങള്. അതാണ് നിഗമശതസഹസ്രങ്ങൾ എന്ന് പറഞ്ഞാൽ. അവയിലൂടാണ് നമ്മൾ ഭഗവാനെ പറ്റി അറിയാനിടയാ, അല്ലെ പരബ്രഹ്മത്തെ പറ്റി അറിയുന്നത്. അല്ലാതെ നമുക്കറിയില്ല, വായിച്ചിട്ടാണ് നമ്മൾ അറിയുന്നത്. രാമായണവും മഹാഭാരതവും ഭാഗവതവും ഭഗവത്ഗീതയും ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ വായിച്ചിട്ടാണ് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റിയത് എന്നാണ്. അതിലൂടെ മാത്രമാണ് പ്രകാശിക്കപ്പെട്ടിട്ടുള്ളത് പരബ്രഹ്മം. അപ്പൊ നിഗമശതസഹസ്രങ്ങളിൽ മാത്രം പ്രകാശിക്കപ്പെട്ട ആ പരബ്രഹ്മം. പിന്നെ അടുത്തത് അസ്പഷ്ടം ദൃഷ്ടമാത്രേ, ഒറ്റ നോട്ടത്തിൽ നമ്മൾക്ക് സ്പഷ്ടമാകാത്തത് എന്നാണ്. ഒറ്റ നോട്ടത്തിൽ സ്പഷ്ടമാകാത്തത്. പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. അങ്ങനെയുള്ളതാണ് ബ്രഹ്മതത്വം. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന പുരുഷാർത്ഥങ്ങളെ ലഭിക്കുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മതത്വമാകട്ടെ സാക്ഷാത് കണ്ണുകൊണ്ട് കാണുമാറ് എവിടെയാണുള്ളത്? ഗുരുവായൂരിൽ പ്രകാശിക്കുന്നു. അപ്പൊ ബ്രഹ്മതത്വത്തെയാണ് ഈ പറഞ്ഞതെല്ലാം. സാന്ദ്രാനന്ദവും അറിവും, സാന്ദ്രമായിട്ടുള്ള ആനന്ദം, വിവരിക്കാനാവാത്ത, വിവരിക്കാനാവാത്ത, വർണ്ണിക്കാനാവാത്ത, പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദം ലഭിക്കുന്നതും അറിവും നൽകുന്ന അതിൻ്റെ രൂപമായിട്ടുള്ള പരബ്രഹ്മം, മറ്റൊന്നിനോടും ഉപമിക്കാനാവാത്തത്, അതെ മറ്റൊന്നിനോടും ബന്ധമില്ലാത്തത്, എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമായതും എന്നും സ്വതന്ത്രമായതും, നിർമുക്തം നിത്യമുക്തമായിട്ടുള്ള, അതുപോലെ നിഗമശതസഹസ്രങ്ങളിൽ കൂടെ പ്രകാശിക്കപ്പെട്ടിട്ടുള്ള, ഒറ്റനോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ആ പരബ്രഹ്മതത്വം സാക്ഷാത്തായിട്ട് നമ്മുടെ നേത്രങ്ങൾക്ക് പാത്രീഭൂതമായി ഗുരുവായൂരിൽ ഗുരുവായൂരപ്പനായി പൂർണ്ണപുണ്യാവതാരമായി നിവസിക്കുന്നു. ഗുരുവായൂരമ്പലത്തിന്റെ ശ്രീകോവിലിലോട്ട് നോക്കിയാൽ ഈ പരബ്രഹ്മത്തെ നമുക്കവിടെ കാണാം. അത് സാധാരണക്കാരൻ അല്ലാതെ കാണാൻ എളുപ്പമുള്ള ഒരു കാര്യമേ അല്ല. ഇതെല്ലാം പഠിച്ചെടുക്കും ആർക്കും സാധ്യമല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനകത്ത് നാരായണത്തിലുടനീളം ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, നമ്മൾ ഒരു വേദവും പഠിക്കണ്ട, ഒന്നും വേണ്ട, ഭഗവാനെ നമ്മൾ നാമം ജപിച്ചുകൊണ്ട് നേരെ ഗുരുവായൂരോട്ട് പോയാൽ മതി. ഇപ്പൊ ഗുരുവായൂർ പോകാൻ പറ്റാത്തവരെന്തോ ചെയ്താൽ മതി? ഗുരുവായൂരപ്പനെ മനസ്സിലങ്ങ് പ്രതിഷ്ഠിച്ചാൽ മതി. എല്ലാവർക്കും എപ്പോഴും പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പൊ ഇങ്ങനെയെല്ലാം, അതായത് നിഗമശതസഹസ്രങ്ങളിൽ മാത്രം നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള, പിന്നെ നമുക്ക് ഉദാഹരിക്കാൻ പറ്റാത്ത, കാലത്തിന് പോലും അതീതമായിട്ടുള്ള സാന്ദ്രമായ ആനന്ദവും അവബോധവും അറിവും നൽകുന്ന, എല്ലാത്തിൽ നിന്നും മുക്തമായിട്ടുള്ളതും സ്വതന്ത്രമായിട്ടുള്ളതും ആ പരബ്രഹ്മം മൂർത്തിയായിട്ട് ഗുരുവായൂരിൽ
ഗുരുവായൂരിലെ ശ്രീകോവിലിൽ വസിക്കുന്നു. അവിടേക്കൊന്ന് നോക്കിയാൽ മതി, നമുക്ക് പരബ്രഹ്മത്തെ കാണാം. ഇത്രയുള്ള ആദ്യത്തെ ആ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി ഞാനതൊന്ന് വായിക്കാനും പിന്നെ നമ്മളെല്ലാവരും എല്ലാവരും ഞാൻ എല്ലാ സ്ഥലത്തും 8 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെയുണ്ട്. ഞാൻ പലരോടും പല വാക്കിൻ്റെ അർത്ഥം ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ വായിക്കും, പക്ഷെ അവർക്ക് അർത്ഥം അറിഞ്ഞിട്ടല്ല അവരത് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ തന്നെ അർത്ഥം സാന്ദ്രാനന്ദം എന്ന് പറഞ്ഞാൽ തന്നെ അതുപോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതാണ്. അപ്പം ഇനി നമുക്കറിയാം, ഭഗവാനോടുള്ള ഭക്തി, അദമ്യമായ ഭക്തി ഉണ്ടാകുമ്പം നമുക്ക് സാന്ദ്രാനന്ദവും അവബോധവും തന്നെ വരും. അത് നൽകുന്ന പരമാത്മാവാണ്, പരബ്രഹ്മമാണ് അവിടെ ഗുരുവായൂർ ഉള്ളത്. ഞാനൊന്ന് വായിക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാ.